ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കാരക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് കാരക്ക. ഇത് അമ്പഴങ്ങയല്ല, കാരക്ക എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് വേണ്ട ചേരുവകൾ 150 ഗ്രാം കാരക്ക, 7 വെളുത്തുള്ളി, 2 ഉണക്കമുളക്, 2 നുള്ള ഉലുവപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നല്ലെണ്ണ 1 ടേബിൾ സ്പൂൺ. ചേരുവകൾ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ 150 ഗ്രാം കാരക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ലുലുന്ന് വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഈ മരം ഉണ്ടായിരുന്നു. ഒരുപാട് കായ്ക്കും അത്. ഓരോ കാരക്ക എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കാരക്ക നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത വെള്ളം തിളപ്പിച്ചെടുക്കുക. ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ കാരക്കയിൽ പിടിച്ചു വരുള്ളൂ. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാരക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 10 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് നല്ലവണ്ണം തിളച്ച് വരണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മുറിച്ച പാടുകളൊക്കെ ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി എടുക്കുക. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. 7 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ഇനി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 നുള്ള ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കാരക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. വേവിച്ച കാരക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് ഒരു ദിവസം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.